മറിയാം നിന്നും കോടുടയോനോട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിമയൻ ദൂതൻ മറിയാമിൻ സവിതേ വന്നേവം ചൊന്നു, കൃപയുടെ നിധി സമാധാനം, ഭൂപാലയമേ സമാധാനം, ദരിദ്രത നീക്കപ്പെട്ടവളേ ധനി നിന്നുദരി പാർക്കുന്നു, ജാതികളുടെ പശി മാറ്റിയിടാൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ ജനന പെരുന്നാൾ അപ്പോസ്തോലിക സഭയിൽ ഭക്ത്യാദരവും കൊണ്ടാടുന്നതായ അനുഗ്രഹീത ദിനങ്ങളാണല്ലോ ഇത്. കർത്താവായ യേശു മിശിഹായുടെ ജന്മദിനം നാം ആഘോഷിക്കുന്നു. ഒപ്പം മലങ്കരയിൽ പ്രത്യേകമായിട്ട് ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ ജനന പെരുന്നാളും നാം കൊണ്ടാടുന്നു. അത്രമാത്രം പ്രാധാന്യം മനുഷ്യാവതാര സംഭവത്തിൽ വിശുദ്ധ മറിയാമിന് ഉള്ളതുകൊണ്ട് ആ ബഹുമാനം സഭ പ്രത്യേകം നൽകുന്നു. വിശുദ്ധ മറിയാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കൃപയും അനുഗ്രഹവും ലഭിച്ച ഒരു വലിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു. തൻ്റെ മാതാപിതാക്കളായ യൂയാക്കീമും ഹന്നായും ദേവാലയത്തിലായിട്ട് സമർപ്പിച്ചപ്പോൾ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ, ആ ദേവാലയത്തിൻ്റെ നിർമ്മലതയിൽ വളരുവാനും ജാഗരണത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുവാനും മറിയാമിന് സാധിച്ചു. പാടിക്കേട്ടതായ ഈ പ്രാർത്ഥനാ ഗീതം ഉത്ബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വ്രതനിഷ്ഠയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോഴാണ് സുവാർത്താദൂതനായ ഗബ്രിയേൽ മാലാഖ മറിയാമിന് പ്രത്യക്ഷപ്പെട്ടതെന്ന് സുറിയാനി സഭ വിശ്വസിക്കുന്നു. ഒട്ടനവധി അലങ്കാരങ്ങൾ ദൈവമാതാവായ വിശുദ്ധ മറിയാമിന് വിശുദ്ധ വേദപുസ്തകവും സഭാപിതാക്കന്മാരും ചാർത്തി നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമായ മോർ അഫ്രയും മനുഷ്യാവതാര ഗീതങ്ങൾ 5:21 ഇപ്രകാരം പാടുന്നു: ഇതാ താഴ്മയുള്ളവൾ നീ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി, ദാവീദ് പുത്ര ഇതാ ഭൗമിക പുത്രി സ്വർഗീയനാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. ഇതാ താഴ്മയുള്ളവൾ നീ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി, ദാവീദ് പുത്ര ഇതാ ഭൗമിക പുത്രി സ്വർഗീയനാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. വിശുദ്ധ മറിയാമിനെ കുറിച്ച് വാഴ്ത്തി പാടുമ്പോൾ മോർ അഫ്രേമിന്റെ തൂലികയ്ക്ക് ശക്തി കൂടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മനുഷ്യാവതാര ഗീതങ്ങൾ 11:6 മോർ അഫ്രേം ഇങ്ങനെ പാടുന്നുണ്ട്: നിന്റെ മാതാവ് ഒരു അത്ഭുതമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമാതാവായ വിശുദ്ധ മറിയാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ താഴ്മയോടെ നിന്നപ്പോൾ ദൈവം മറിയാമിന് വലിയ നിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ആ തിരഞ്ഞെടുപ്പിൽ വലിയ ബഹുമാനം നൽകുകയും ചെയ്തു. ഇതാ താഴ്മയുള്ളവൾ നീ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി. ദാവീദിന്റെ ഭവനം അത് കർത്താവിൻ്റെ വംശാവലിയാകുന്നു. ഒട്ടനവധി കന്യകമാർ മശീഹായ്ക്കായിട്ട് കാത്തിരുന്നപ്പോൾ ഇതാ ദൈവം തിരഞ്ഞെടുത്തത് യൂയാക്കീമിൻ്റെ ഹന്നായുടെയും മകളായ കന്യകയായ മറിയാമിനെയായിരുന്നു. എന്തായിരുന്നു മറിയാമിൻ്റെ തിരഞ്ഞെടുപ്പിന് നിദാനമായി തീർന്നത്? അത് മറ്റൊന്നല്ല, പ്രാർത്ഥനയും വ്രതനിഷ്ഠയുമായിരുന്നു. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വ്രതനിഷ്ഠയോടെ ജീവിക്കുമ്പോൾ
അവരെ ദൈവം കാണുമെന്ന് മറിയാമിൻ്റെ ജീവിതം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ഭവനത്തിലാകുവാൻ, ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ, കരുണ ലഭിക്കുവാൻ എല്ലാം നാം വാഞ്ചയോടെ കാത്തിരിക്കുന്നു. ഒരു വശത്ത് സമൃദ്ധി ഉണ്ടെങ്കിലും മറുവശത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ട്. രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ഇന്ന് കടന്നാക്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലാകുവാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലുമുണ്ടോ? മറിയാമിനെ പോലെ നമുക്കും ദൈവത്തിൻ്റെ ഭവനത്തിലാകുവാൻ സാധിക്കും. എങ്ങനെയാണ് മറിയാം ദൈവത്തിൻ്റെ ഭവനത്തിലായത്? താഴ്മയോടുകൂടി ജീവിച്ചപ്പോൾ, വ്രതനിഷ്ഠയോടുകൂടി പ്രാർത്ഥനയുടെ ആ വലിയ അനുഭവത്തിൽ ഉറ്റിരുന്നപ്പോൾ ഇതാ മറിയാം ദാവീദിൻ്റെ ഭവനത്തിലായി, ദൈവത്തിൻ്റെ ഭവനത്തിലായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ഭവനമുണ്ട്. ഈ ലോകത്തൊരു ഭവനമുണ്ട്, ഒരു സ്വർഗീയ ഭവനമുണ്ട്. ഈ ലോകത്തെ ഭവനത്തിലും നാം സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, മക്കളായിട്ടെല്ലാം ഒരു സ്ഥാനം നമ്മുടെ ഭവനത്തിലുണ്ട്. ആ സ്ഥാനത്തിന് നാം യഥാവിധം യോഗ്യരായി തീരണമെങ്കിൽ താഴ്മയുടെ അനുഭവത്തിൽ കൂടി നടന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മയുള്ള ഭവനങ്ങളാണ് ഇന്നിൻ്റെ ആവശ്യം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, തിരുവചനങ്ങൾ വഴികൾക്ക് വിളക്കായി മാറുന്ന, ദൈവം നാഥനാകുന്ന താഴ്മയുള്ള ഭവനങ്ങൾ. ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് താഴ്മയുള്ള ഭവനങ്ങൾ ഉണ്ടാകുന്നതും ആ ഭവനത്തിൽ നിന്ന് ശ്രേഷ്ഠരായ തലമുറകൾ ഉണ്ടാകുന്നതും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ അനുഗ്രഹീതമായ ഓർമ്മ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ പോലെ താഴ്മയുടെ അനുഭവത്തിൽ, വ്രതനിഷ്ഠയിൽ, ദൈവത്തോട് പ്രാർത്ഥനയിൽ ഉറ്റരിക്കുന്ന താഴ്മയുള്ള ഭവനങ്ങളായി മാറുവാനായിട്ട് മഹോന്നതങ്ങളുടെ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. രണ്ടാമതായിട്ട്, താഴ്മയോടുകൂടി മറിയാം നിന്നപ്പോൾ മറിയാം ദാവീദിന്റെ ഭവനത്തിലായി. തുടർന്ന് ഇപ്രകാരം വീണ്ടും മോറപ്രയും പാടുകയാണ്: ദാവീദ് പുത്ര, ഇതാ ഭൗമിക പുത്രി സ്വർഗീയനാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. ഈ ലോകത്ത് താഴ്മയോടുകൂടി ജീവിച്ചപ്പോൾ ഇതാ മറിയാം സ്വർഗത്തിലേക്ക്, തൻ്റെ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധ സഭ വിശ്വസിച്ച് പോരുന്നത് മറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് തന്നെയാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വർഗത്തിൽ നമുക്കൊരു അവകാശമുണ്ട്, സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. എന്നാൽ ആ സ്ഥാനം ലഭിക്കുവാൻ, ആ അവകാശം പ്രാപ്തമാക്കുവാൻ വേണ്ടി ഇഹലോക ജീവിതത്തിൽ താഴ്മയോട് കൂടി ജീവിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. മറിയാമിൻ്റെ ജീവിതം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ കർത്താവായ യേശു മിശിഹായെ ഒത്തിരി ചോദ്യശരങ്ങൾ കൊണ്ട് പരീശന്മാരും സ്വപ്രയന്മാരും നേരിട്ടതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ അവയോടെല്ലാം വളരെ സൗമ്യമായിട്ട് മറുപടി നൽകുന്ന ഒരു കർത്താവിനെയും വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-35 മുതലുള്ള വാക്യങ്ങളിൽ സബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒരു ചോദ്യവുമായിട്ട് കർത്താവിനെ സമീപിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ ചോദിച്ചത്? മഹത്വത്തിൽ വരുമ്പോൾ ഒരുവൻ ഇടത്ത് ഭാഗത്തും മറ്റൊരുവൻ വലത്ത് ഭാഗത്തും ഇരിക്കണം. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചോദ്യം കർത്താവിനെ വല്ലാതെ ഉലച്ചു കാണും. തൻ്റെ കൂടെ നടന്ന് തൻ്റെ ജീവിതശൈലി നേരിട്ട് കണ്ട് അനുഭവങ്ങളുടെ പാഠപുസ്തകമായ തന്നിൽ നിന്ന് പഠിക്കേണ്ടവരായ ശിഷ്യന്മാർ ഈ ഒരു ചോദ്യം ചോദിച്ചതിൽ കർത്താവ് ഒരു പക്ഷേ വേറിട്ട് ചിന്തിച്ചു കാണും.
അതുകൊണ്ട് കർത്താവ് ഇപ്രകാരമാണ് ഉത്തരം പറയുന്നത്. തിരിച്ചൊരു ചോദ്യം: ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവർ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, സാധിക്കും. വീണ്ടും കർത്താവ് പറഞ്ഞു, പക്ഷേ ആ സ്ഥാനം നൽകേണ്ടത് താനല്ല, മഹോൻ നിങ്ങളുടെ ദൈവമത്രേ. കർത്താവായ യേശു മിശിഹായ്ക്ക് ഒരു തൃപ്തി വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് തുടർന്ന് ഏറ്റവും വലിയൊരു സന്ദേശം, ഒരു പ്രബോധനം ലോകത്തിന് നൽകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 43-44 വാക്യങ്ങൾ. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ വലിയവൻ ആകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ദാസന്മാരായിരിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മയുടെ അനുഭവത്തിൽ കൂടെ മാത്രമേ ഉന്നതമായ സ്ഥാനങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. താഴ്മയുടെ അനുഭവത്തിൽ കൂടി മാത്രമേ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെയെല്ലാം നാം കാണുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ ആ വലിയ നിലയിലേക്ക് ഉയർത്തപ്പെടുന്നില്ല എങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കില്ല. തുടർന്ന് കർത്താവ് ഇപ്രകാരം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം: ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ, അനേകർക്ക് തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും അത്രേ ഞാൻ വന്നത്. ഈ ലോകത്തിന് ശുശ്രൂഷയിലൂടെ, തൻ്റെ ജീവനെ നൽകുന്നതിലൂടെ അവരെ ഉയർത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് ഇപ്രകാരം അവരെ ഉത്ബോധിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മയുടെ അനുഭവം എവിടെ ഉണ്ടാകുന്നുവോ അവർ ദൈവത്തിൻ്റെ ഭവനത്തിലാകും, സ്വർഗത്തിന് അവകാശികളായിത്തീരും. താഴ്മയുടെ അനുഭവം എവിടെ ഉണ്ടാകുന്നുവോ അവർക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകും. ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല. താഴ്മയോട് കൂടി മറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനപ്രകാരം ഭവിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായി മാറുവാൻ നമുക്ക് സാധിക്കണം. ആ താഴ്മയുടെ അനുഭവമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ അനുഭവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ഒത്തിരി മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വിരുന്ന്, ആ ഭവനത്തിൽ ഒരു കുറവുണ്ടായി എന്ന് മനസ്സിലായപ്പോൾ ആ കുറവ് മൂലം അവർ ലജ്ജിതരാകരുതെന്ന് മറിയാം വിചാരിക്കുന്നു. പരിചാരകരുടെ അടുത്ത് പോയിട്ട് തൻ്റെ മകൻ പറയുന്നത് ചെയ്യുവിനെന്ന് പറഞ്ഞ് അവരെ ശട്ടം കെട്ടുന്നു. തീർന്നില്ല, തൻ്റെ മകനോട് ചെന്ന് ആ കുറവുകളെ ഉണർത്തിക്കുന്നു. ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം താഴ്മയോടെ മറിയാം നിൽക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിനേക്കാൾ വലുതായ ഒരു ശ്രേഷ്ഠ മാതൃക, ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ഉപരിയായിട്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് മാതൃകയായി ദൈവമാതാവായ വിശുദ്ധ മറിയാമിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മാതൃകയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. മോർ എഫ്രേമിൻ്റെ ആ പാട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർത്ത് പാട്ടായി മാറട്ടെ. ഇതാ താഴ്മയുള്ളവൾ, നീ നിമിത്തം ദാവീദിൻ്റെ ഭവനത്തിലായി. ദാവീദ് പുത്ര, ഇത് ഭൗമിക പുത്രി, സ്വർഗീയനാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മയുടെ ഭാവം നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നാം ആയിരിക്കുന്നതായ ഈ അവസ്ഥകൾ, ഇന്ന് നാം ആയിരിക്കുന്നതായ വേദനയുടെ അവസ്ഥകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ,
ഇതെല്ലാം മനുഷ്യവർഗം താഴ്മയുടെ അനുഭവം വിട്ടിട്ട് കുന്നുകൂട്ടുന്നതിൻ്റെയും നേടുന്നതിൻ്റെയും കീഴ്പ്പെടുത്തുന്നതിൻ്റെയും എല്ലാം അനുഭവത്തിൽ ജീവിച്ചതിൻ്റെ അനന്തരഫലമാകുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന ഈ വിഷമസന്ധികൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, അതിൽ നിന്നൊരു മാറ്റം ലഭ്യമാകണമെങ്കിൽ താഴ്മയുടെ അനുഭവത്തിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാക്കന്മാർ കാണിച്ചിരുന്ന വഴികൾ അത് തന്നെയാകുന്നു. ഭൗതികമായ നഷ്ടങ്ങളിൽ നാം ഏറെ ദുഃഖിക്കുമ്പോൾ ആത്മീയമായ നഷ്ടങ്ങൾ നമുക്ക് തരുന്നതായ ദുരന്തങ്ങളെക്കുറിച്ച് നമുക്ക് ലെവലേശം അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. ആത്മീയമായ നഷ്ടങ്ങൾ അത് ദുരന്തങ്ങളിൽ കലാശിക്കുന്നു. ഇന്ന് താഴ്മ പോയിരിക്കുന്നു. എവിടെയും മനുഷ്യൻ്റെ അഹങ്കാരം ഉയർന്നു നിൽക്കുന്നു. ദൈവസ്നേഹത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് സമയമില്ല. സഹോദരങ്ങളെ കാണുവാൻ നമുക്ക് സമയമില്ല. അയൽക്കാരെ കാണുവാൻ നമുക്ക് സമയമില്ല. നാം അവരവരുടേതായ സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും കൂടുകളിൽ ചേക്കേറുന്നു. എന്നാൽ മറിയാം താഴ്മ ധരിച്ചപ്പോൾ ആ വലിയ നിയോഗം മറിയാമിൽ എത്തിച്ചേർന്നു. പക്ഷേ ആ നിയോഗത്തിൽ അഹങ്കരിക്കാതെ വീണ്ടും താഴ്മയോട് കൂടി കുറവുകളിൽ തൻ്റെ മകനോട് അപേക്ഷിക്കുകയും ആ കുറവുകളെ പരിഹരിക്കാൻ തക്കവണ്ണം താഴ്മയോടെ നിന്നപ്പോൾ ഇതാ കർത്താവായ യേശു മിശിഹായുടെ ആ വലിയ തിരുവചനം അവിടെ പ്രാവർത്തികമായി തീരുകയാണ്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ദാസരായിരിക്കണം. ദൈവത്തിൻ്റെ വലിയ നിയോഗം ലഭിച്ചിട്ടും വലിയ അനുഗ്രഹം ലഭിച്ചിട്ടും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ വലിയ സ്ഥാനം ലഭിച്ചിട്ടും അതിൽ ഒന്നും മയങ്ങാതെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയുടെ അനുഭവത്തിൽ ജീവിച്ച മറിയാം ഇന്ന് ലോകത്തിന് ശ്രേഷ്ഠ മാതൃകയായി തീർന്നിരിക്കുന്നു. AD 431 എഫേസസിൽ വെച്ച് ഇടുന്ന 3-ാം പുതുസുനകദോസ് ദൈവമാതാവെന്ന് വലിയ സ്ഥാനം നൽകി മറിയാമിനെ ആദരിച്ചപ്പോൾ അത് പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമല്ല, അതൊരു ദൈവ നിയുക്തം തന്നെയെന്ന് ഇന്ന് സഭകളെല്ലാം ആദരിച്ച് ബഹുമാനിച്ചു പോരുന്നു. ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ വലിയ മധ്യസ്ഥത നമ്മുടെ ജീവിതങ്ങൾക്ക്, പ്രത്യേകിച്ച് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകത്ത് അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. താഴ്മയുടെ അനുഭവത്തിൽ, ശുശ്രൂഷയുടെ പാഠങ്ങളിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ മഹോന്നതങ്ങളുടെ ദൈവം സ്വർഗീയ ശ്രീഭണ്ഡാരിൽ നിന്ന് 30, 60, 100 ഇരട്ടിയായിട്ട് ദൈവിക അനുഗ്രഹങ്ങൾ കൃപയും അയച്ചു തരട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. മക്കളെ നല്ല വഴി നടത്തട്ടെ. തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ അമ്മേ നിന്നുടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ ഓർമ്മ വാഴുവിനായി തീരട്ടെ. ദൈവത്താൽ നിയോഗിതയായി ഏകജാതനായ പുത്രനെ വസിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയതായ ജീവിതം ഞങ്ങൾക്ക് നൽകുന്നതായ നല്ല മൂല്യങ്ങൾ താഴ്മയുടെ അനുഭവത്തിൽ വ്രതനിഷ്ഠയോടുകൂടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനും
ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുമായിട്ടുള്ള വലിയ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഇഹലോക ജീവിതത്തിൻ്റെ മാസ്മരികതകളിൽ മയങ്ങാതെ, സമ്പന്നതയിൽ മുഴുകാതെ, സമൃദ്ധിയിൽ മനം മയക്കാതെ, ദൈവമേ താഴ്മയോടുകൂടി ജീവിക്കുവാൻ, അതിലൂടെ ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ. ലോകത്തിൻ്റെ പാഠങ്ങൾ, അത് ദുരിതങ്ങൾ, വേദനകൾ സമ്മാനിക്കുമ്പോൾ ആത്മീയമായ പാഠങ്ങളിലൂടെ ദൈവമേ അങ്ങയെ അടുത്തറിഞ്ഞ് അവിടുത്തെ വഴിയിൽ ജീവിക്കുവാൻ, അവിടുന്ന് നാഥനാകുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വേദനയിൽ ചികിത്സയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കരുതുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കുറവുകൾ കണ്ടപ്പോൾ കനാവിലെ കല്യാണ വീട്ടിലെ കുറവ് നികത്തുവാൻ വേണ്ടി ദൈവമേ അവിടുന്ന് തൻ്റെ മാതാവിനോട് ചേർന്നിരുന്നുവല്ലോ. മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിന് നീ സുഖം നൽകണമേ. ഈ ലോകത്തെ സൗഖ്യപ്പെടുത്തണമേ. ഈ മഹാമാരിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഒപ്പം അവിടുത്തെ സാക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള നന്മ നിറഞ്ഞ ജീവിതത്തിന് അവകാശികളാക്കി ഞങ്ങളെ മാറ്റണമേ. ആയത് ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ. Maria.